പേരും പെരുമയും കൊണ്ട് ജനമനസ്സുകളിലിടം നേടിയ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കോട്ടക്കൽ ആര്യവൈദ്യശാല, വൈദ്യരത്നം PS വാര്യരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ കോട്ടക്കൽ ദേശം, ദേശാന്തരങ്ങളിൽ കീർത്തി പരത്തിയ പറപ്പൂർ എന്ന കൊച്ചു ഗ്രാമം, മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താലൂക്കിൽ വേങ്ങര ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന പറപ്പൂർ ഗ്രാമപഞ്ചായത്ത്, ജില്ലയുടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധേയമായ സ്ഥാനമുള്ള പ്രദേശം. 15.11 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഗ്രാമപഞ്ചായത്ത് കേരളപ്പിറവി വർഷമായ 1956 സ്ഥാപിതമായത്. പറപ്പൂർ, ഇരിങ്ങല്ലൂർ, കുഴിപ്പുറം എന്നീ ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന ഈ പഞ്ചായത്തിൽ നേരത്തെ 19 വാർഡുകളും ഇപ്പോൾ 22 വാർഡുകളും. സഹ്യപർവ്വതത്തിന്റെ മടിത്തട്ടിൽ നിന്ന് ഉത്ഭവിച്ച് മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്ന കടലുണ്ടിപ്പുഴ പഞ്ചായത്തിനെ രണ്ടായി വിഭജിക്കുന്നു. നെല്ല്, കപ്പ, തെങ്ങ്, വെറ്റില, കുരുമുളക്, പച്ചക്കറികൾ തുടങ്ങി കാർഷിക മേഖലയും ചോരയും നീരും ഒഴുക്കി പ്രവാസികളയക്കുന്ന പണവും നാടിന്റെ സമ്പദ് വ്യവസ്ഥ നിർണയിക്കുന്നു. കോവിഡും വെള്ളപ്പൊക്കവും ഇങ്ങനെ കയറിയ സമയത്തൊക്കെ തന്നെ നമ്മുടെ ഈ പുതിയ ഭരണസമിതി അധികാരമേറ്റ സമയം ഇങ്ങനെയുള്ള ദുരിതങ്ങളായിരുന്നു ഭരണസമിതിക്ക് നേരിടേണ്ടി വന്നത്. ഏതായാലും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ പുതിയ പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയും വളരെ നല്ല രീതിയിൽ ഈ 5 വർഷക്കാലം പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും കാർഷിക രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാ മേഖലകളിലും നൂതനങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ജനങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ചാരിതാർത്ഥ്യം ഉള്ളത്. കാർഷിക രംഗത്ത് പറയുകയാണെങ്കിൽ തരിശു ഭൂമികളെ ഭൂരിഭാഗം സ്ഥലങ്ങളും കൃഷിയോഗ്യമാക്കിക്കൊണ്ട് നമ്മൾ വിവിധ പ്രോജക്റ്റുകൾ വെച്ചു. അതുപോലെ തന്നെ മറ്റുള്ള ഇവിടെ കാര്യമായിട്ട് തെങ്ങ് കൃഷി നന്നായിട്ടുണ്ട്. കേരഗ്രാമം പദ്ധതിയിലൂടെ കേര കർഷകർക്ക് കൈത്താങ്ങായിട്ട് നിന്നു. അതുപോലെ തന്നെ നെൽകർഷകരും നന്നായിട്ടുണ്ട്. നെല്ലൊക്കെ നമ്മൾ ഇവിടുന്ന് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്, സപ്ലൈകോക്ക് വിൽക്കുന്നു. പറപ്പൂർ പഞ്ചായത്തിലെ പാടങ്ങളെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അത് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ തൊട്ട് കിട്ടിയതുകൊണ്ട് നമ്മൾ നിന്ന് പോകുന്നു. അല്ലെങ്കിൽ നമുക്കിത് നടത്തി പോരാൻ കഴിയൂല. കൃഷിക്കാർ അവനാ നയിച്ചു കണ്ടെങ്കിലും നിലനിർത്തി പോകുന്നുണ്ട് ഈ പാടത്ത് എല്ലാം. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഉള്ളത്. പിന്നെ എല്ലാ കാര്യവും ഇങ്ങനെ നിലനിന്ന് പോകുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ് നമ്മളെ ഈ കൃഷി നിന്ന് പോകുന്നത്. ഇല്ലെങ്കിൽ ആരും ഈ കൃഷിക്ക് ഇറങ്ങൂല. കുടിവെള്ള പദ്ധതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം മുതലേ ജലനിധി കമ്മിറ്റികൾ നമ്മുടെ ഓരോ വാർഡിലുമുണ്ട്. പിന്നെ കടലുണ്ടിപ്പുഴ നമ്മുടെ ഏകദേശം പഞ്ചായത്തിൻ്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്നു. കൂടാതെ ബാക്കിക്കയം റെഗുലേറ്റർ ഉണ്ട്. നമ്മുടെ MLA സംവിധാനം ചെയ്ത ബാക്കിക്കയം റെഗുലേറ്റർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ കിണറുകളിലും ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജലനിധിക്ക് വേണ്ടിയിട്ടും വെള്ളം സംഭരിക്കാൻ കഴിയുന്നുണ്ട്. ഇത് വലിയൊരു ആശ്വാസമാണ്. മിക്കവാറും എല്ലാ വാർഡുകളിലും ജലനിധി കമ്മിറ്റി മുഖേന നന്നായിട്ട് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ 2024-2025 കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ശുചിത്വ പഞ്ചായത്തിനുള്ള സമ്മാനത്തിന് അർഹത നേടിയ പഞ്ചായത്താണിത്. 2024-2025 സാമ്പത്തിക വർഷത്തിൽ പദ്ധതി വിഹിതം ചെലവഴിച്ചതിൽ വേങ്ങര ബ്ലോക്കിൽ 1ാം സ്ഥാനവും മലപ്പുറം ജില്ലയിൽ 12ാം സ്ഥാനവും പഞ്ചായത്തിനെ തേടിയെത്തി. വികസനത്തിന്റെ വസന്തം തീർത്ത 5 വർഷങ്ങൾ. 6 ലക്ഷം രൂപ മുടക്കി പഞ്ചായത്ത് കോൺഫറൻസ് ഹാൾ. ഡിജിറ്റൽ കേരളയുടെ ഭാഗമായി വീടുകളിൽ കയറി മൊബൈലിന്റെയും ആപ്പുകളുടെയും ഉപയോഗം അറിയാത്തവർക്ക് പ്രത്യേക പരിശീലനം നൽകി പഞ്ചായത്ത് തീർത്തും ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്താക്കി മാറ്റി. ആരോഗ്യരംഗത്ത് പരിരക്ഷാ കെയർ
പരിരക്ഷാ പാലിയേറ്റീവ് രംഗത്തും നല്ല ഒരു ശതമാനം തുക വെച്ചുകൊണ്ട് നമ്മുടെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി നമുക്ക് നല്ല നല്ല പദ്ധതികൾ ആവിഷ്കരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർ അവർക്ക് വിവിധ ഉപകരണങ്ങൾ നൽകിക്കൊണ്ട്, അതുപോലെ തന്നെ ഭിന്നശേഷികൾക്ക് ഉല്ലാസയാത്ര, ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. കൂടാതെ SC വിഭാഗം ജനവിഭാഗങ്ങൾക്ക് ലാപ്ടോപ്പ്, അതുപോലെ തന്നെ കുടിവെള്ള ടാങ്ക് വിതരണം, ഇങ്ങനെയുള്ള നല്ല പദ്ധതികൾ വെച്ച് SC വിഭാഗത്തെ ജനങ്ങളെയും അവരുടെ ഫണ്ടൊക്കെ വിനിയോഗിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ വൻ മുന്നേറ്റമാണ് പഞ്ചായത്തിനുണ്ടായത്. PHC പുതിയ കെട്ടിടം അവസാന മിനുക്കുപണിയിൽ. ഹോമിയോ ഹോസ്പിറ്റലിനായി തുമ്പത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന വ്യക്തി ആവശ്യമായ സ്ഥലം സൗജന്യമായി നൽകി. കൂടാതെ 55 ലക്ഷം രൂപ മുതൽ മുടക്കി പഞ്ചായത്തിൽ FHC കെട്ടിടം പണി പൂർത്തീകരിച്ചു. പരിരക്ഷ, ഹോം കെയർ പോലുള്ള സേവന മേഖലകളിലും പഞ്ചായത്തിന്റെ കൈത്താങ്ങ്. കിടപ്പ് രോഗികൾക്ക് കട്ടിൽ, ഭിന്നശേഷിക്കാർക്ക് വീൽചെയർ, മറ്റു ഉപകരണങ്ങൾ, മെഡിക്കൽ ക്യാമ്പ് മുതലായവയും സംഘടിപ്പിച്ചു. ഇപ്പം നിലവിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബിൽഡിങ്ങിൽ സൗകര്യം കൊണ്ട് ഒരുപാട് നമ്മുടെ പരിപാടികൾ നല്ല രീതിയിൽ നടത്താൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കുന്നതിന് നമ്മുടെ ആർദ്രം മിഷൻ എന്ന സംവിധാനത്തിലുള്ള സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പോലെയുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു ബിൽഡിങ്ങാണ് പുതിയതായിട്ട് നമ്മൾ നിർമ്മാണത്തിലിരിക്കുന്നത്. ബഹുമാനപ്പെട്ട വേങ്ങര നിയോജകമണ്ഡലം MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് അതിൻ്റെ കംപ്ലീഷൻ, അതായത് നിലവിലുള്ള ഫണ്ട് ഉപയോഗിച്ച് അതിലുള്ള എല്ലാ ഫിനിഷിംഗ് വർക്കുകളും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമ്മുടെ പറപ്പൂർ ഗ്രാമപഞ്ചായത്തിനെയും അതുപോലെ തന്നെ NHM അതോറിറ്റിയൊക്കെ നമ്മൾ സമീപിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ NHM അതോറിറ്റി നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പൂർണ്ണ പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഏകദേശം 1.5 കോടിയോളം രൂപ വീണ്ടും അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫണ്ട് കൂടി കിട്ടിയാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എന്ന പറപ്പൂർ പഞ്ചായത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതാണ്. അപ്പോൾ അതിന് ബാക്കിയുള്ള ഇപ്പോൾ ലഭിച്ച NHM ഫണ്ടിൻ്റെ പ്രവർത്തികൾ തുടങ്ങാനുള്ള പ്രവർത്തികളും എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതാണ്. അതിനു വേണ്ട ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു. അപ്പോൾ ആ ഫണ്ട് ഉപയോഗപ്പെടുത്തി നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള പൂർണ്ണ തോതിലുള്ള ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എത്രയും വേഗം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പും നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പും കൂട്ടായ ഒരു പ്രയത്നത്തിലാണെന്ന് ഇപ്പോൾ ഉള്ളത്. ഇരിങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഒരു പഴയ കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ബഹുമാനപ്പെട്ട വേങ്ങര നിയോജകമണ്ഡലം MLA ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2.40 കോടി രൂപ ഉപയോഗിച്ച് പുതിയ കെട്ടിടത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരു കുടുംബാരോഗ്യത്തിന് വേണ്ട എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഇപ്പോൾ ആ കെട്ടിടത്തിൽ നിലവിലായിട്ടുണ്ട്. കുറ്റിത്തറ ICDCക്ക് വേണ്ടി ഒരു മാന്യ വ്യക്തി സൗജന്യമായിട്ട് ഏകദേശം 5.25 സെൻറ്റ് സ്ഥലം വിട്ടു തന്നു. അവിടെയും NHM വഴി ഇപ്പോൾ തന്നെ ഗ്രാൻഡ് ലഭ്യമായി പണി തുടങ്ങാനിരിക്കുകയാണ്. അങ്ങനെ ആരോഗ്യരംഗത്ത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വനിതകൾക്കും കുട്ടികൾക്കുമായുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്താനും ഇവർ മറന്നില്ല. വനിതകൾക്കായി തുന്നൽ പരിശീലനം, ആട്, മുട്ടക്കോഴി, പശു, ഫാഷൻ ഡിസൈനിങ്ങിൽ പരിശീലനം എന്നിവ നൽകി. കൂടാതെ ഇൻസ്പിറ എന്ന പേരിൽ തനത് പദ്ധതി ആവിഷ്കരിച്ച് വിദ്യാഭ്യാസ പ്രോത്സാഹനവും വർഷം തോറും ക്യാമ്പും അവാർഡ് വിതരണവും. പൊതുവെ വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം നല്ല ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സമൂഹം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നൂതനങ്ങളായ പദ്ധതികൾ വെച്ച് പഠനം മധുരം എന്നുള്ള പേരിൽ നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പഠന തുടർച്ചയില്ലാതെ പഠന വിടവ് വന്നതുകൊണ്ട് തന്നെ ആ 2-3 വർഷക്കാലം കുട്ടികൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ
ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ മുന്നോക്കക്കാരുടെ കൂടെ അവരെ കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് പഠനം മധുരം എന്നുള്ളൊരു നൂതന പദ്ധതി നമ്മൾ 3 വർഷമായിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കി കഴിഞ്ഞു. അതിനൊരു നല്ല റിസൾട്ടാണ് നമ്മുടെ അധ്യാപകരിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 36 അംഗനവാടികളുണ്ട്. ഇതിൽ ഇനി 4 അംഗനവാടികൾ മാത്രമേ സ്വന്തമായിട്ട് കെട്ടിടമില്ലാത്തുള്ളൂ. ബാക്കി നമ്മുടെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം 8-9ഓളം അംഗനവാടികൾക്ക് സ്ഥലം കണ്ടെത്താനും അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാനും കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. സ്വകാര്യ വ്യക്തികൾ വിട്ടുതന്ന സ്ഥലത്ത് നമുക്ക് അംഗനവാടികൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നാട്ടുകാരെല്ലാം പിരിവെടുത്തിട്ടും എല്ലാം കൂടെ സ്ഥലം ലഭ്യമാക്കി അംഗനവാടികളൊക്കെ നിർമ്മിച്ചു. അതുമാത്രമല്ല അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, അവർക്ക് അടുക്കളയിലും എല്ലാം വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുക്കാനൊക്കെയുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചു. ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൽ ആകെ 13 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണുള്ളത്. ഒരു ഹയർ സെക്കൻഡറി സ്കൂളും 3 UP സ്കൂളും 9 LP-UP സ്കൂളുമാണുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം, മാലിന്യ നിർമ്മാർജ്ജന മാർഗങ്ങൾ, കെട്ടിട നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി സൗകര്യങ്ങൾ ഭരണസമിതി ഒരുക്കിക്കൊടുത്തു. പഞ്ചായത്തിൽ നിന്ന് പല ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ മെനു പ്രകാരമുള്ള അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ, പാത്രങ്ങൾ, മിക്സി, വാട്ടർ പ്യൂരി എല്ലാം പഞ്ചായത്തിൻ്റെ കീഴിൽ നിന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. നല്ല പ്രോത്സാഹനമാണ് അവരിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഇവിടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉള്ളത് കാരണം ഇവിടെ ഭയങ്കര പ്രയാസമായിരുന്നു. ചളി നിറഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഇത് ഇൻ്റർലോക്ക് ചെയ്ത് തന്നതാണ്. നല്ലൊരു പ്രവർത്തനമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. തുപ്പിലിക്കാട്ട് മൂസ സാഹിബ് സ്മാരക മിനി സ്റ്റേഡിയത്തിന് MLA ഫണ്ടിൽ നിന്നും 1 കോടി രൂപ നേടിക്കൊടുക്കുവാനും പഞ്ചായത്തിന് കഴിഞ്ഞു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ ഒരു സ്വകാര്യ വ്യക്തി 15 സെൻറ്റ് സ്ഥലം വിട്ടുതന്ന് നമുക്ക് ബഡ്സ് സ്കൂളിന് വേണ്ടിയിട്ട് ബിൽഡിങ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ട് ഫണ്ട് വെച്ച് അതിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി മറ്റുള്ള പഞ്ചായത്തുകളിൽ പോയി പഠിക്കേണ്ട ഒരു അവസരം ഇനി ഉണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ സ്പെഷ്യൽ സ്കൂളിന്റെ ആവശ്യകതയിലേക്ക് വേണ്ടി സ്ഥാപിച്ച ബഡ് സ്കൂൾ പണി അവസാന ഘട്ടത്തിൽ ഈ വിഭാഗത്തിലേക്ക് മാത്രം 1 കോടി 14 ലക്ഷം രൂപ ചിലവഴിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും വയോജനങ്ങൾക്കും വർഷം തോറും വിനോദയാത്രകൾ, സ്വപ്നഭവനങ്ങൾ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തിൽ നടപ്പാക്കിയ ഭവന നിർമ്മാണ മേഖലകളിൽ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ പഞ്ചായത്തിൽ 125 വീടുകളും PMAY പദ്ധതി വഴി 25 വീടുകളും നൽകി. ശുചിത്വപൂർണമായ പഞ്ചായത്ത് രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തിൽ പഞ്ചായത്തിൽ അലുമിന കമ്പോസ്റ്റ്, തുമ്പൂർ മൊഴി, ബയോഗ്യാസ് എന്നിവ സ്ഥാപിച്ചു. കുറേ കാലം ഞങ്ങൾ വാടകയ്ക്കായിരുന്നു, 8-10 കൊല്ലം. ഇപ്പോൾ ലൈഫിൽ നിന്ന് വീട് എല്ലാവർക്കും സന്തോഷമായി. കുറേ കഷ്ടപ്പെട്ടു ഞങ്ങൾ. ഇപ്പോൾ ഇവിടെ ഈ കോളനിയിൽ 5 വീട്ടുകാർക്ക് വീടായി. നമ്മളെ സെയ്ത് സാറുള്ളതുകൊണ്ട് എല്ലാവർക്കും വീടായി. വെള്ളപ്പൊക്കത്തിൽ ഒരു ഭാഗമായിട്ട് വീണു. പിന്നെ കുറേ കാലം 8-10 കൊല്ലം ഷെഡ് കെട്ടി നിന്നു. ഒരു നരകത്തിലായിരുന്നു. പിന്നെ എല്ലാവരുടെ അടുത്തും പോയി ചെയ്താക്കി ഇവരൊക്കെ കൂടിയിട്ട് ഞങ്ങൾക്കൊരു വീട് വെച്ച് തന്നു. ആ വീട്ടിലാണിപ്പോൾ. കുറേ ലോൺ എടുത്തു. ഒരു 9 ലക്ഷം റുപ്യ ലോൺ എടുത്തു. ലോൺ എടുത്തിട്ടാണ് ഈ വീടുകളൊക്കെ 5 വീട് എടുത്തു. ഞങ്ങൾ നല്ലൊരു കാര്യമാണ് ഗവൺമെൻറ് ചെയ്തതും. ഹരിത കേരള മിഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി 38 മിനി MCF, 38 ബോട്ടിൽ ബൂത്തുകൾ എന്നിവ സ്ഥാപിച്ചു. ഞങ്ങൾ പറപ്പൂർ പഞ്ചായത്തിൽ ഹരിതകർമ്മസേന തുടങ്ങിയിട്ട് 2019 ഫെബ്രുവരി 26-ാം തീയതിയാണ് ഹരിതകർമ്മസേന തുടങ്ങിയത്. ഞങ്ങൾ 27 പേരുണ്ട്. എല്ലാ മാസവും വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഞങ്ങൾക്ക് യൂസർ ഫീ കിട്ടുന്നുണ്ട്. വീടുകളിൽ നിന്ന് 50 രൂപയും കടയിൽ നിന്ന് 100 രൂപയുമാണ് കിട്ടുന്നത്. കടകളിൽ നിന്നും വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് അത് MCFൽ എത്തിക്കുന്നു. അവിടുന്ന് തരംതിരിച്ചിട്ട് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നു.
ഒരു വർഷത്തിൽ 3 ലക്ഷം ടൺ അതിൽ കൂടുതൽ മാലിന്യങ്ങൾ പറപ്പൂർ പഞ്ചായത്ത് ശേഖരിക്കുന്നുണ്ട്. ഈ ഹരിതകർമ്മസേന ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യം നമ്മുടെ പഞ്ചായത്തും പുഴയിലും ജലാശയങ്ങളിലൊക്കെ അടിഞ്ഞു കൂടുമായിരുന്നു. കായിക മേഖലയുടെ ഉന്നമനത്തിനായി ക്ലബ്ബുകളിലെയും സ്കൂളുകളിലെയും കുട്ടികൾക്ക് സ്പോർട്സ് കിറ്റ് നൽകി. പൊതു ഇടങ്ങളിലെ വികസനത്തിന്റെ ഭാഗമായി ബ്ലോക്കിൽ നിന്നും അനുവദിച്ച ഫണ്ടിൽ നിന്നും വായനശാലക്ക് ലാപ്ടോപ്പും MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയിൽ നിന്നും സ്കൂൾ ലൈബ്രറിക്കും മറ്റു സ്ഥാപനങ്ങൾക്കും പുസ്തകങ്ങൾ വാങ്ങി നൽകി. വിനോദസഞ്ചാരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കല്ലക്കയം ടൂറിസം, പാറക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ആവശ്യമായ പ്രവർത്തനങ്ങളും പൊതുശ്മശാനത്തിന്റെ ആവശ്യകതയിലേക്ക് ലഭിച്ച പാടം തരം മാറ്റിയും റോഡിന് ഫണ്ട് അനുവദിച്ചും ശ്മശാനത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള കുടുംബശ്രീ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടന്നുവരുന്നു. 4000 പേരടങ്ങുന്ന 188 അയൽക്കൂട്ടങ്ങൾ ഇവിടെ നിലനിർത്തിപ്പോരുന്നു. 4 കോടി ലിങ്കേജ് ലോണും 1 കോടി മുറ്റത്തെമുല്ല പദ്ധതി വഴിയും CEF ഇനത്തിൽ 20 ലക്ഷവും കൂടാതെ 3 കോടി 25 ലക്ഷം രൂപ വായ്പാ ഇനത്തിലും മറ്റും ചിലവഴിച്ചിട്ടുണ്ട്. 68 ചെറുകിട സംരംഭങ്ങളും 41 കൃഷി സംരംഭങ്ങളും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ നൽകുന്ന അച്ചാർ യൂണിറ്റുകളും തുടങ്ങി കുടുംബശ്രീയും പഞ്ചായത്തും ചേർന്ന് ജോബ് ക്യാമ്പ് നടത്തി. ആഴ്ച ചന്തയും ഓണച്ചന്തയും വിഷുചന്തയും നടത്തിവരുന്നു. ഗ്രാമപഞ്ചായത്തിലെ 6 അംഗനവാടികൾക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചു. ഉണ്ണിയാൽ അംഗനവാടി 25 ലക്ഷം, ഗാന്ധിനഗർ അംഗനവാടി 25 ലക്ഷം, കുരിക്കൽ ബസാർ ശാന്തിനഗർ അംഗനവാടി 25 ലക്ഷം, TT ബീരാവുണ്ണി സാഹിബ് സ്മാരക അംഗനവാടി കൊഴൂർ 25 ലക്ഷം, ചൂരപ്പിലാക്കൽ രായൻകുട്ടി ഹാജി സ്മാരക അംഗനവാടി പുള്ളാട്ടങ്ങാടി 25 ലക്ഷം, കൂമംകല്ല് അംഗനവാടി നിർമ്മാണത്തിന് 8,60,000 രൂപയും ചിലവഴിച്ചു. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിക്കടുത്ത് വേങ്ങര ബ്ലോക്കിൽ ഉൾപ്പെട്ട പഞ്ചായത്താണ് പറപ്പൂർ ഗ്രാമപഞ്ചായത്ത്. കോവിഡിനെയും പ്രളയത്തെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയതും അതുപോലെ വികസന പ്രവർത്തനങ്ങളിൽ നല്ലൊരു കാഴ്ച പങ്കുവയ്ക്കാനും നമുക്ക് ഈ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രദേശത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള പഞ്ചായത്ത് അംഗങ്ങളുടെ വിജയകരമായ ഈ യാത്ര ഇങ്ങനെ തുടരുന്നു.